മികച്ച താരങ്ങൾ വലിയ ടീമിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. എല്ലാവരും ഞെട്ടിച്ചത് കൊൽക്കത്തയുടെ കാമറൂൺ ഗ്രീനാണ്. താരം കാമറൂൺ ഗ്രീനെ വാങ്ങിച്ചത് 25 കോടിക്കാണ് കൊൽക്കത്ത വാങ്ങിച്ചത്. CSK മുംബൈ ഒട്ടും പുറകിലില്ല. മികച്ച താരങ്ങളെ അവരും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ IPL ട്രേഡിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഒരുപാട് താരങ്ങൾ അൺസോൾഡായി. പിന്നീടാണ് അവരൊക്കെ വാങ്ങിച്ചത് നിസ്സാര വിലയ്ക്ക്. അത് ടീമുകൾക്ക് മുതൽക്കൂട്ടും ആവുകയും ചെയ്തു. സച്ചിൻ രവീന്ദ്രനൊക്കെ കൊൽക്കത്ത വാങ്ങിയത് 2 കോടിക്കാണ്. വാങ്ങിക്കാവുന്ന ലിവിങ്സ്റ്റൺ 13 കോടിക്കാണ്. ഹൈദരാബാദാണ് ലിവിങ്സ്റ്റനെ വാങ്ങിച്ചത്. CSKയിലുണ്ട്. ദീപക് ചഹറിന് പകരം രാഹുൽ ചഹറിനെയാണ് CSK വാങ്ങിച്ചിരിക്കുന്നത്. രവി ബിഷ്ണോയെ 7 കോടി കൊടുത്താണ് രാജസ്ഥാൻ വാങ്ങിച്ചിരിക്കുന്നത്. കലി ജോൺസനെ RCB ആണ് 2 കോടിക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ന്യൂസിലാൻഡ് സൂപ്പർ താരം ഡെവൻ കോൺവേ അൺസോൾഡ് ആയിരിക്കുകയാണ്. കാരണം പരിക്ക് പറ്റിയ ആർക്കെങ്കിലും പകരമായിട്ട് കയറാൻ പറ്റും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. പന്തു ഹസറിനെ ഡൽഹിയാണ് 2 കോടി കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത്. വെങ്കടേഷ് അയ്യറിനെ 7 കോടി മുടക്കി RCB ടീമിൽ എത്തിച്ചിട്ടുണ്ട്. അത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി. 7 കോടി കൊടുത്ത് വെങ്കടേഷ് അയ്യറിനെ എത്തിച്ചത്. പഴയ സൂപ്പർ താരം സൗത്ത് ആഫ്രിക്കൻ ഡീകോക്കിനെ 1 കോടി കൊടുത്ത് ടീമിലേക്ക് തിരികെ എത്തിച്ചിരിക്കുകയാണ്. 7 കോടി മുടക്കിയാണ് വെസ്റ്റ് ഇൻഡീസ് മുൻ ക്യാപ്റ്റൻ ജേസൺ ഹോൾഡറിനെ ഡൽഹി എത്തിച്ചിരിക്കുന്ന ടീമിൽ. ബംഗ്ലാദേശ് ഫാസ്റ്റ് ബോളറിനെ ഡൽഹി കൊൽക്കത്ത ടീമിൽ എത്തിച്ചിരിക്കുകയാണ് 9 കോടി മുടക്കി. മുസ്തഫിസ് CSKയിലെത്തിയപ്പോൾ ഒരുപാട് രാജസ്ഥാൻ മലയാളി ആരാധകർ CSKയിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനാൽ മലയാളികളുടെ അഭിമാനമാകും എന്ന് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകളാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.